ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദമാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഒരൊറ്റ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണ ബട്ടണിൽ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ ആരോപണ കൊടുങ്കാറ്റുയർത്തിയ PV അൻവർ മുഖ്യമന്ത്രിയുമായുള്ള അരമണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ മയപ്പെടുത്തിയിരിക്കുന്നു. MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടെങ്കിലും അന്വേഷണം നടക്കുന്നത് അജിത് കുമാറിനെ സ്ഥാനത്തിരുത്തി തന്നെ. മറ്റൊരാരോപണം നേരിട്ട സുജിത് ദാസിനാകട്ടെ കേവലം ഒരു ചെറിയ സ്ഥലം മാറ്റം മാത്രം. എന്താണ് സർക്കാർ ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെ അതേ നിലയ്ക്ക് തന്നെ മയപ്പെടുത്തുകയാണോ സർക്കാർ ഇടപെടലിൽ നടന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ച് ഉറപ്പ് നൽകിയ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത് യഥാർത്ഥ സത്യങ്ങളായിരിക്കുമോ? ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും പിൻവലിച്ചില്ലെങ്കിലും ഇന്ന് PV അൻവറിന്റെ വാക്കിലും നോക്കിലും ഒന്നും പഴയ ആത്മവിശ്വാസം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്താണ് PV അൻവറിനെ വായടപ്പിക്കാൻ ഇടയായ സാഹചര്യം? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ശ്രീ VR അനൂപ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവരാണ് ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ശ്രീ VR അനൂപ്, വളരെ ഗൗരവവും ഗുരുതരവുമായ ആരോപണങ്ങളായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒക്കെ ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഒരു നടപടി, അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ പറഞ്ഞത് MR അജിത് കുമാറിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ വിഷയങ്ങൾ പരിശോധിക്കുമെന്നാണ്. അതനുസരിച്ച് ഒരു സർക്കാർ ഉത്തരവ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ വിഷയം പരിശോധിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ അൻവറിനെ ഇന്ന് മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംസാരിച്ച ശേഷം ഈ കാര്യങ്ങളിലുള്ള അൻവറിന്റെ ഒരു കടുംപിടുത്തവും അയഞ്ഞതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അതേ ഗൗരവത്തിൽ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇന്ന് അൻവറിന്റെ കൂടിക്കാഴ്ചയിലൂടെ ഒരു ഒത്തുതീർപ്പ് സംഭവിക്കുകയാണോ ഉണ്ടായത്? അഡീഷണൽ DGP അജിത് കുമാറിനെതിരെ അതിഗുരുതരമായ നിരവധി ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചു. അതിൽ അഡീഷണൽ DGP ആളെ കൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞു, കൊല്ലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു, കവടിയാറിൽ അദ്ദേഹത്തിന് കൊട്ടാര സദൃശമായ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരിയായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അൻവർ പറഞ്ഞത് അവിടെ BJPക്ക് ജയിക്കാൻ തൃശ്ശൂർ പൂരം പോലെ ആചാരപരമായും സാംസ്കാരികമായും വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റിനെ, വിശ്വാസപരമായി കൂടി പ്രാധാന്യമുള്ള ഒന്നിനെ കരുതി കൂട്ടി അട്ടിമറിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി കേരളത്തിന്റെ അഡീഷണൽ DGP എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നു. വളരെ ആസൂത്രിതമായി പൂരം നടപടികൾ അദ്ദേഹം നിർത്തിവെപ്പിക്കുന്നു. അതിനകത്ത് താരതമ്യേന ജൂനിയറായ തൃശ്ശൂരിലെ SPക്ക് റോളില്ല, അഡീഷണൽ DGPയുടെ ഉത്തരവനുസരിച്ചാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ അതേ സമയത്ത് തന്നെ സുരേഷ് ഗോപി അവിടെ ലാൻഡ് ചെയ്തെന്ന് പറയുന്നു. ഇത് അഡീഷണൽ DGPയുടെ അറിവോടുകൂടിയാണെന്ന് പറയുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് അൻവർ പറയുന്നത് സഖാവ് എന്ന നിലയിൽ തനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞു, സഖാവ് ചെയ്യേണ്ട ചുമതല തീർന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സമീപനമാണ് അൻവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അൻവറിനെ അങ്ങനെ കൈയൊഴിയാൻ ഞങ്ങൾ അനുവദിക്കില്ല, കേരളത്തിലെ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. വ്യക്തിപരമായി കൂടി ഒരു കാര്യം പറയാം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന അൻവർ ഉന്നയിച്ച ആരോപണം തെളിവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ പോലീസിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ഞാൻ. തീർച്ചയായും അൻവർ ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ സഖാവ് എന്ന നിലയ്ക്ക് അൻവർ ഈ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്, നിയമസഭയിലെ അംഗമാണ്. അൻവർ ഒരു ആരോപണം ഉന്നയിച്ചാൽ സ്ഫോടനാത്മകമായ ഈ തൃശൂർ പൂരം കലക്കിയ സംഭവം അവിടെ നിൽക്കട്ടെ. അതായത് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഈ
കൊലപാതകത്തിന് കൂട്ടുനിന്നു, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു എന്ന് തുടങ്ങിയിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗൗരവ സ്വഭാവമുള്ള ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണങ്ങളിൽ ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൻവറും പറയുന്നത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, തെളിവുകൾ കൈമാറേണ്ടത് കൈമാറിയിട്ടുണ്ട്, ഇനി അന്വേഷണ സംഘം ചോദിച്ചാൽ കൈമാറാൻ തയ്യാറാണ്. അപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ ആ വഴിക്ക് പോകട്ടെ എന്ന് അൻവർ പറഞ്ഞതിനെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മുഖവിലേക്ക് എടുക്കാത്തത്? ഈ അന്വേഷണം ഒരു പ്രഹസനമാണ് എന്നാണോ പ്രതിപക്ഷം സംശയിക്കുന്നത്? തീർച്ചയായും അൻവറിന്റെ ശരീരഭാഷ വളരെ വ്യക്തമല്ലേ. ഇന്നലെ സൈബർ ഇടങ്ങളിൽ ഇടത് സഹയാത്രികരൊക്കെ അൻവറിന് വലിയ രക്ഷക പരിവേഷത്തോടുകൂടി ആഘോഷിച്ചെങ്കിൽ ഇന്ന് അൻവർ പറയുന്നതാരാ? എൻ്റെ പിന്നിൽ ആരുമില്ല, ദൈവം മാത്രമാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അൻവർ വളരെ നിസ്സഹായനായി ദൈവത്തിൽ ശരണം പ്രാപിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലി ആ ഇൻസിഡന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അൻവർ ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ അപ്രധാനമാണ് എന്നല്ല. അൻവർ ഉന്നയിച്ച അതിഗുരുതരമായ നിരവധി ആരോപണങ്ങളുണ്ട്, ആളെ കൊല്ലിച്ചതടക്കം. ഇത് അൻവറിനെ പോലൊരാൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളുടെ കയ്യടി വാങ്ങിച്ച് അല്ലെങ്കിൽ അത് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ച് സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ മാറി നിൽക്കാമെന്ന് കരുതണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത്. അൻവർ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ അറിവുള്ള ആളെന്നുള്ള നിലയ്ക്ക് അൻവറിന്റെ ഉത്തരവാദിത്വം അവിടെ നീങ്ങുന്നില്ല. സഖാവ് എന്നുള്ള നിലയ്ക്ക് അൻവറിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അൻവറിന് പറയാൻ കഴിയില്ല. ഇവിടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്തരം വിവരങ്ങൾ അറിയുന്ന ആൾക്ക് സഖാവ് എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തമല്ല. അൻവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തൊരു MLA ആണ്. അൻവറിന്റെ ഉത്തരവാദിത്വം തുടങ്ങുന്നേ ഉള്ളൂ. അൻവർ ഇത്തരത്തിലൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഈ ഒരു കേസിൽ അൻവർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൊടുത്താൽ അൻവർ അവിടെ സാക്ഷിയായി വരേണ്ടി വരും. അൻവറിന്റെ ഉത്തരവാദിത്വം തുടങ്ങുന്നേ ഉള്ളൂ. ഓരോ വിഷയത്തിലും എണ്ണി അൻവറിനെയും അൻവറിന്റെ നിയമസഭയിൽ അൻവറിന്റെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ നിർത്താൻ കേരളത്തിലെ പ്രതിപക്ഷം നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന 2 നടപടികൾ, ഒന്ന്, ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു DGPയുടെ നേതൃത്വത്തിൽ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ, അതിലെ 2 പേർ ADGPക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണ്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണ്. സ്ഥാനത്ത് നിന്ന് മാറ്റാതെ, പദവികളിൽ നിന്ന് മാറ്റാതെ MR അജിത് കുമാർ എന്ന ADGPക്കെതിരായിട്ടുള്ള പരാതികളിന്മേൽ, ആരോപണങ്ങളിന്മേൽ അന്വേഷണം നടക്കുന്നത്. ഇതൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എടുത്തൊരു നടപടി എന്നതിനപ്പുറത്തേക്ക് 2, ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്ത PV അൻവർ ആകട്ടെ അരമണിക്കൂർ നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ ശാന്തസ്വരൂപനായി മാറിയിരിക്കുന്നു. സർവശക്തനായ ദൈവം മാത്രമാണ് പിന്നിലുള്ളതെന്നും ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് താൻ നിർവഹിച്ചതെന്നുമാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി അൻവറിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കാമെങ്കിൽ സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമായിരുന്നു അൻവറിന് നിർവഹിക്കാൻ ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ നേരിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു. മാധ്യമങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്ക് നേരിട്ട് പരാതി നൽകി ഈ വിഷയം പാർട്ടിക്കകത്ത് അന്വേഷണം നടത്താമായിരുന്നു. അപ്പോൾ അതൊന്നും ആയിരുന്നില്ല അൻവറിന്റെ ഉദ്ദേശം. അൻവർ മറ്റാർക്കോ വേണ്ടി നടത്തിയിട്ടുള്ളതാണ് ഈ പരസ്യമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് സാധാരണ നിലയിൽ തന്നെ മനസ്സിലാകും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുപ്പക്കാരനായ അൻവറിനെ പിണക്കാതെ, അതോടൊപ്പം തന്നെ അടുപ്പത്തിലായിരിക്കുന്ന MR അജിത് കുമാറിനെ കുഴപ്പത്തിലാക്കാതെ, എല്ലാം ഒരു മായ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ സർക്കാർ ഒതുക്കി തീർത്തിരിക്കുന്നു. അതല്ലാതെ പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഗോപീകൃഷ്ണൻ, ഞങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് ഒരു പരസ്യ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണങ്ങളുടെ ദൗർബല്യം വളരെ കൃത്യമായി തന്നെ ഒരു ചർച്ചയിൽ പറയുകയും ആ ചർച്ചയ്ക്ക് ശേഷം എന്റെ നിലപാട് അതുതന്നെയായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉത്തമ മാതൃക എന്നത് താൻ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തനിക്ക് ആ ഉന്നയിക്കപ്പെടേണ്ട ആരോപണങ്ങളോ ഇത്തരത്തിലുള്ള കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാകിയിട്ടുണ്ട് എങ്കിൽ അത് നിശ്ചയമായും അദ്ദേഹത്തിന്റെ ഘടകങ്ങളിൽ പറയണം. ഇവിടെ PV അൻവർ ഒരു പാർട്ടിയുടെ അംഗമല്ലാത്തിടത്തോളം കാലം, അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്നിടത്തോളം കാലം ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടിയിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് ആദ്യം പരാതി ഉന്നയിക്കേണ്ടത്. അതിനപ്പുറം
പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാറുണ്ട്. അദ്ദേഹം ഇന്ന് ആ പരാതി ഇന്നാണ് ചെയ്തത്. മാധ്യമങ്ങളെ കാണുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, ഇടതുപക്ഷ രീതിയല്ല. ആ ഇടതുപക്ഷ രീതിയിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളിടത്താണ് ഒന്നാമതായി ശ്രീ പി വി അൻവർ ചെയ്തിട്ടുള്ള ഒരു വലിയ അപരാധം. ഒരൊറ്റ മിനിറ്റ്, അത് താങ്കൾ ഒരു ഐഡിയോളജിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണല്ലോ താങ്കൾ ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അതിനെ ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒന്നും അറിയാത്തൊരു കുഞ്ഞല്ലല്ലോ പി വി അൻവർ. അപ്പോൾ പാർട്ടി ഘടകങ്ങളിലോ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ രീതികളിലോ പരാതി ഉന്നയിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പരസ്യമായി മാധ്യമങ്ങളുടെ പരാതി ഉന്നയിക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ ദൗത്യം പി വി അൻവറിന് നിർവഹിക്കപ്പെടാനുണ്ടായിരുന്നു, മറ്റാർക്കോ വേണ്ടി. അത് സർവശക്തനായ ദൈവമല്ല, സർവശക്തനാകാൻ ആഗ്രഹിക്കുന്ന മറ്റാരോ ആണ് എന്ന് നമുക്ക് സംശയിക്കാമല്ലോ. അല്ല, അത് നിശ്ചയമായും അതുകൊണ്ടാണ് ഇന്ന് ശ്രീ പി വി അൻവർ നിശബ്ദനാകേണ്ടി വന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വസ്തുതാപരമായ വിഷയങ്ങളിലോ ആർജവത്തോട് തുടരാനാവുമായിരുന്നു എങ്കിൽ അദ്ദേഹം തുടരുക തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അദ്ദേഹം പിൻവലിഞ്ഞോടി എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ താൻ സഖാവെന്ന കടമ നിർവഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നിടത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, വായിച്ചെടുക്കേണ്ടത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിലവിൽ അദ്ദേഹം അങ്ങനെ ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ എനിക്കൊരു മറു ചോദ്യമുണ്ട്. ഇനി താങ്കൾ പറയുന്നത് ഒരു സാധ്യതമായി പരിഗണിക്കാമെങ്കിൽ മറിച്ചൊരു സാധ്യത കൂടി ഉണ്ടല്ലോ. അൻവറിന് ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അംഗീകരിക്കപ്പെട്ടതാണെങ്കിലോ, അതാണ് ഈ അൻവറിനെ ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചതെങ്കിലോ? താങ്കൾ അഭിഭാഷകനാണല്ലോ, അങ്ങനെയും ആലോചിക്കാമല്ലോ. അല്ല, ഗോപികൃഷ്ണൻ, അങ്ങേക്ക് കൃത്യമായ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ദീർഘകാലമായി സഖാവ് പിണറായി വിജയനുമായി വളരെ അടുപ്പമുണ്ടാകും. അദ്ദേഹത്തിന്റെ മാധ്യമ ശൈലിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് വളരെ ധാരണയുള്ള ഒരാളാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. അപ്പോ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഡീലിന് വിധേയമായി ഇത്തരം കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമെന്ന് അങ്ങ് കരുതുന്നു? ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഇങ്ങനെ ആകാശത്ത് ഉയർത്തിവിട്ടാൽ അത് അങ്ങനെ നിശബ്ദനായി നോക്കി നിൽക്കുന്ന ആളല്ല സഖാവ് പിണറായി വിജയൻ. അങ്ങനെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് നടാടയായിട്ടുണ്ട്, കേരള ചരിത്രത്തിൽ നടാടയായിട്ടാണ് ഒരുപക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി പൊതുവേദിയിൽ വെച്ച് അന്വേഷണം പ്രഖ്യാപിക്കും. ഒരു നോട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ജിയോയിലൂടെ അന്വേഷണം പ്രഖ്യാപിക്കാവുന്നിരിക്കെ അതിനപ്പുറം ഒരു പൊതുവേദിയിൽ വെച്ച്, അതും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചിട്ടാണ് ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രി. അത്തരത്തിൽ ധൈര്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ. അതിനെ അങ്ങനെ നാം വായിച്ചെടുക്കണം. ഒരു ഡീലും ഇക്കാര്യത്തിൽ അല്ല. ശരി, അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGPക്കെതിരെ കൊലപാതകത്തിനരികെ നിന്നു, സ്വർണ്ണക്കടത്ത് കേസിന്റെ ഭാഗമായി സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു എന്നൊക്കെയുള്ള ഇതുവരെ സംസ്ഥാനത്ത് ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയും ഉയർന്നു വരാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടും സ്ഥാനത്ത് തന്നെ നിർത്തി അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം കൊടുത്തത്? എന്ത് സന്ദേശമാണ് അത് പൊതുസമൂഹത്തിന് നൽകുന്നത്? ഗോപികൃഷ്ണൻ, നമ്മൾ ജീവിക്കുന്നത് വെള്ളരിക്കാപട്ടണത്തിലല്ല. കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം നയിക്കുന്നത് മറ്റൊരു ADGP ആണ്. മാത്രമല്ല, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി കേരളത്തിലുടനീളം കേരളത്തിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചും, മറ്റ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും ഒക്കെ വിവരങ്ങൾ നിമിഷം പ്രതി തേടിക്കൊണ്ടിരിക്കുകയും ആ വിവരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉള്ള ഒരു സംസ്ഥാനത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സ്വാഭാവികമായി ഒരു ADGPക്ക് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഏതെങ്കിലും പ്രവർത്തികൾ നടത്തിയാൽ ആ ADGPയെ സംബന്ധിച്ചുള്ള വിവരം അപ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിന് മുന്നിലെത്തും. അതിനപ്പുറം കേന്ദ്ര ഏജൻസികൾ വഴി കേന്ദ്ര ഗവൺമെന്റിന്റെ ടേബിളിന് മുന്നിലെത്തും. അപ്പോ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ADGPക്ക് പ്രവർത്തിക്കാനാകുമോ എന്നുള്ളത് സംശയമാണ്. ഒന്ന്. വീണ്ടും ഒരിക്കൽ കൂടി അതായത് ഇതേ ഇന്റലിജൻസ്, താങ്കൾ പറഞ്ഞ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഇതേ സംസ്ഥാനത്തിരുന്നാണ് ഒരു SP, ഒരു MLAയോട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ സംരക്ഷണയിലാണ് ഇത്രയെല്ലാം കുഴപ്പങ്ങൾ ചെയ്ത ഒരു ADGP നിലനിൽക്കുന്നത് എന്ന് ഒരു സംഭാഷണം പുറത്തു വന്നത്. ഇതേ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിൽക്കും. നമ്മൾ ജീവിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വെള്ളരിക്ക പട്ടണത്തിലല്ല. ഗോപികൃഷ്ണൻ, ഒരു പ്രധാനപ്പെട്ട ഞാനും അങ്ങും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ഇപ്പൊ മറ്റാരെങ്കിലും കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു തന്നിരിക്കട്ടെ. ആ പറഞ്ഞ വിവരം താങ്കൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും
അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം താങ്കൾ ഇങ്ങനെ പൊതുവേദിയിൽ അത് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്താൽ അത് എത്രത്തോളം മാന്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് അങ്ങ് കരുതുക? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും അതുപോലെ തന്നെ കാണുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഗൗരവമുള്ള മറ്റൊരു ആരോപണവും വന്നല്ലോ. ഇതുപോലെ എത്രയോ പേരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ADGP, എന്നിട്ട് അദ്ദേഹം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പോൾ ആ MLA പറയാണ്, ഞാനും അത് ചെയ്തിട്ടുണ്ട്, എനിക്കും അങ്ങനെ ടാപ്പ് ചെയ്ത് വിവരങ്ങൾ കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം നിന്ദ്യമാണ്? ഒന്ന് സുജിത് ദാസുമായിട്ട് ശ്രീ അൻവർ സംസാരിച്ചു എന്ന് പറയുന്ന ഫോൺ സംഭാഷണത്തെ സംബന്ധിച്ചാണ്. അതിൽ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് സുജിത് ദാസുമായി അൻവർ സംസാരിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. സുജിത് ദാസ് തന്നെയാണോ അൻവറുമായി സംസാരിച്ചതെന്നുള്ളതിന് അതിന്റെ ശബ്ദ സാമ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ യാതൊരു തെളിവുകളില്ല. ഒരു ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോ ആ ശബ്ദ സന്ദേശത്തിൽ സുജിത് ദാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതയാണെന്നിരിക്കട്ടെ, അതെങ്ങനെ ഒരു അഡ്മിഷൻ, നിയമത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഈ പറയുന്നത്, കൺഫെഷനോ അഡ്മിഷനോ ആയി എങ്ങനെ എടുക്കാൻ കഴിയും? കാര്യം ഇപ്പൊ സുജിത് ദാസ് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്മിഷനാണ്, അല്ലെങ്കിൽ കൺഫെഷനായി നിയമത്തിന്റെ മുന്നിൽ അഡ്മിസിബിൾ ആയിട്ട് വരും. പക്ഷേ മറ്റൊരാൾ, ഗോപികൃഷ്ണൻ ഒരു കൊലപാതകം ചെയ്ത എനിക്കറിയാമെന്ന് ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഒരു തരത്തിലും നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ശ്രീ MR അജിത് കുമാറിനെ കുറിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, സാധാരണ ജീവിതത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. IPS ഓഫീസർ ആയത്. നാളിതുവരെ അദ്ദേഹത്തെ കുറിച്ച് ശത്രുക്കൾ പോലും അദ്ദേഹം കറപ്ഷന് വിധേയമായിട്ടുള്ള ഒരു ഓഫീസറാണെന്ന് പറഞ്ഞു കേട്ടിട്ടേയില്ല. അത് വസ്തുതയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം തന്റെ കീഴുദ്യോഗസ്ഥരോട് കടുത്ത ഭാഷയിലും മോശവുമായ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യും. അത് ഏത് പൊതുവേദിയിൽ വെച്ചാണെങ്കിലും അങ്ങനെ സംസാരിക്കാറുണ്ട്. അതുമൂലം അദ്ദേഹത്തിന് ധാരാളം പോലീസിനുള്ളിൽ ശത്രുക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ശത്രുക്കളൊക്കെ ഒരുപക്ഷെ ഇപ്പോ ആസ്വദിക്കുന്നുണ്ടാവാം ഇദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. വസ്തുതകൾ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്, പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ട്, പൊതുബോധ്യത്തിലുണ്ട്. അപ്പൊ ആ സാഹചര്യം കൂടി നാം ഇക്കാര്യത്തിൽ പരിശോധിക്കണം. ആരോപണം ഉന്നയിക്കുമ്പോൾ ആർക്കും എതിരെ എപ്പോ വേണമെങ്കിലും ആർക്കും എന്ത് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള തെളിവുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്തരത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ട് എങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വെറും ആരോപണമാണെങ്കിൽ എന്തിനാണ് സർ സുജിത് ദാസിനെതിരെ സർക്കാർ നടപടിയെടുത്തത്? നടപടിയല്ല അത്. ആണല്ലോ, അദ്ദേഹത്തെ സ്ഥലം മാറ്റി. സ്ഥാനചലനം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിരവധി വിധികൾ കാര്യത്തിലുണ്ട്. സ്ഥാനചലനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ സൗകര്യാർത്ഥം മാത്രം ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണത്. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ADGP ക്രൈംസിന്റെ കീഴിലാണ് ബാക്കി ഉദ്യോഗസ്ഥർ, അങ്ങനെയല്ല അത് കാണേണ്ടത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡ് ഓഫ് ദ ടീം അയാളുടെ അടുത്ത് മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനാവൂ. അദ്ദേഹത്തിന് പോസ്റ്റ് നൽകിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് നൽകിയിട്ടില്ല. അല്ല, അത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ ടൈമിൽ ഒരേപോലെ പോസ്റ്റിംഗ് കൊടുക്കാറില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ MLA-യുമായിട്ട് നടത്തിയ ശബ്ദ സന്ദേശത്തിലെ സംഭാഷണത്തിലെ ശബ്ദം അത് സുജിത് ദാസിന്റേതാണെന്ന് സർക്കാരിന് ഇപ്പോഴും ബോധ്യമില്ല, അതിപ്പോഴും സംശയത്തിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ്. എന്നിട്ടും സുജിത് ദാസിനെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റി, സ്വാഭാവിക നടപടി. അങ്ങനെ മാത്രം കരുതാനാവില്ല അതിന്. ഒരുപക്ഷെ ഇനി സുജിത് ദാസിന്റെ ശബ്ദമാണെന്നിരിക്കട്ടെ, ആ സുജിത് ദാസിന്റെ ശബ്ദമാണെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിലാണല്ലോ. ഇപ്പോ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഇതെല്ലാം ഈ ആരോപണങ്ങൾ മുഴുവൻ അന്വേഷിക്കുകയാണല്ലോ. അന്വേഷിക്കട്ടെ. നമ്മളിപ്പോ കാര്യത്തിൽ ഒരു ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇപ്പോ ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അതും അന്വേഷിക്കും. അതിനപ്പുറവും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ അതും അന്വേഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന പോലീസിനുണ്ടല്ലോ. അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടവരാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാകമാനം. അപ്പൊ അതുകൊണ്ട് അത് അന്വേഷിക്കണം. അന്വേഷിച്ചു തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ്. ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം ഉന്നയിച്ച ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇക്കാര്യത്തിലുണ്ട്. അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ചർച്ചയിലേക്ക് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ കൂടി ചേരുന്നു. സജീവൻ സാർ, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ADGPക്കെതിരെ
ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെളിവുകളെല്ലാം കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്ത MLA അൻവർ പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തത്. അതിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ ഈ സ്ഥാനത്തിരുത്തി തന്നെ ഈ അന്വേഷണം, അതായത് ADGP സ്ഥാനത്തിരുത്തി തന്നെ നടത്തുന്ന അന്വേഷണം എങ്ങനെയാകുമെന്ന ചോദ്യത്തിന് അതങ്ങനെ നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അതായത് ഇന്നലെ വരെ കണ്ട അൻവർ ആയിരുന്നില്ല മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പുറത്തിറങ്ങിയ PV അൻവർ. അത് നമുക്കെല്ലാം വളരെ പ്രകടമായിരുന്നു. ഇനി സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം DGPയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിലെ 2 പേർ ADGPക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതും പ്രകടമാവുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിവാദത്തിൻ്റെ ഉദ്ഭവത്തെയും അത് കൈകാര്യം ചെയ്ത സർക്കാർ രീതികളെയും കാണുന്നത്? ഗോപീഷ്ണത്തിൽ ഇന്ന് അൻവർ പറഞ്ഞ കാര്യം, ഒരു സഖാവ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിന് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ആരെല്ലാം തടഞ്ഞാലും മുന്നോട്ടേക്ക് പോകും. ഇപ്പോൾ അനൂപ് കുറേ ആശങ്കപ്പെട്ടു, ഇത് അങ്ങനെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്കർ അജിത് കുമാർ എത്രയോ ഗംഭീര കക്ഷിയാണ്, ഇതുവരെ ഒരു കളങ്കവും ഇല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല അജിത് കുമാർ അത്രയും ശുദ്ധനാണോ എന്നുള്ള കാര്യം എന്നറിയില്ല. പക്ഷേ അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിവിടെ നിലവിലുള്ളതാണ്. അതേപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുജിത്ദാസിനെതിരെയുണ്ട്, അജിത് കുമാറിനെതിരെ, അങ്ങനെ പലതും വന്നിട്ടുണ്ടല്ലോ. ഇതിൽ കാര്യങ്ങൾ എന്തെല്ലാം തരത്തിൽ ഇപ്പോൾ ഒരു 2 കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന്, അൻവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സംഭവങ്ങളും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയെ കണ്ട് രേഖാമൂലം ഈ പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിന് ഭാഗമായിട്ടുള്ള മുന്നോടിയായിട്ട് നടന്ന സംഭവം ഒരു അന്വേഷണ കമ്മീഷൻ, താങ്കൾ പറഞ്ഞ പോലെ നേരിട്ട് അജിത് കുമാറിൻ്റെ കീഴിൽ വരുന്ന 2 ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ട്, DGP. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതുള്ളത്. ഇനി അതിലൊക്കെ എന്തെല്ലാം അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും നടക്കുമെന്ന് ഗോപികൃഷ്ണനെ പോലെ ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ മുന്നോട്ടേക്ക് പോയി. ഇതിന് 2ാം ഭാഗം തുടങ്ങിക്കഴിഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അൻവർ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട ആ ഘട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. ഇവിടെ കള്ളക്കടത്ത് പോലീസ്, മലപ്പുറം ജില്ലയിലെ പോലീസ് കള്ളക്കടത്തുകാരുമായിട്ട് കൂട്ടുചേർന്ന് നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റംസ് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് കഴിഞ്ഞു. ആദ്യത്തെ നടപടി അവിടെ വന്നു കഴിഞ്ഞു. അതായത് സുജിത് ദാസിനെ പോലുള്ള ആളുകൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് സുജിത് ദാസ് മാത്രമല്ല, അതിൽ പങ്കാളിത്തം അവിടെ കസ്റ്റംസുകാർക്കുണ്ട്. ഞങ്ങളൊക്കെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഞാൻ കരിപ്പൂർ വിമാനത്താവളം വഴി പലപ്പോഴും പോകുന്നതാണ്. ഈ ഘട്ടത്തിലൊക്കെ പരിശോധന നടക്കുന്നത് വളരെ കൃത്യമായിട്ട്, നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ മറ്റേത് വിമാനത്താവളത്തിലുള്ള പോലെ പരിശോധന നടക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ കസ്റ്റംസുകാരെ വെട്ടിച്ച് കൊണ്ടുവന്ന സ്വർണം തൊട്ടപ്പുറത്ത് വെച്ച് പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര, ഈ സുജിത്ദാസ് SP ആയിരുന്ന സമയത്ത് നമ്മൾ വായിച്ചുകൊണ്ടൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ പല എൻ്റെ പഴയ കസ്റ്റംസ് സുഹൃത്തുക്കളോടും ചോദിച്ചത്, ഇതെന്താ എങ്ങനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോലീസിന് കിട്ടുന്നത് എങ്ങനെ? അപ്പോൾ അവർ ചിരിച്ചു കളഞ്ഞു. പക്ഷേ എന്തായാലും അതിൻ്റെ കുട്ടൻസ് ഇവിടെ അൻവർ വെളിപ്പെടുത്തിയപ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണം വന്നു. ഇനി ഇത് വേറൊരു കാര്യമുള്ളത്, അൻവർ വെളിപ്പെടുത്തിയത് MR അജിത് കുമാറിൻ്റെ കവടിയാർ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെ കവടിയാർ കൊട്ടാരത്തേക്കാൾ വലിയൊരു വീടുണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തിയത്. അല്ലെങ്കിൽ അതേപോലെ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നു. ആ കൊട്ടാരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സംഭവത്തിന് ഇപ്പം നിലവിൽ നിൽക്കാതെ എന്തെല്ലാം തരത്തിൽ മായ്ച്ചാലും ആരെങ്കിലും ഒരാൾ വിജിലൻസിന് പരാതി കൊടുത്താൽ കേസാവും. വിജിലൻസിന് പരാതി കൊടുത്തപ്പോൾ കേസായി കഴിയുമ്പോഴേക്ക് കേസാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംഭവിച്ചാൽ കോടതിയിൽ പോകാം. ഇനി അങ്ങനെ വന്നാൽ വിജിലൻസ് കേസെടുത്താൽ എന്തായിരിക്കും? EDക്ക് ചാടിപ്പിടിക്കാൻ പറ്റും, കേന്ദ്ര ഏജൻസിക്ക് ചാടിപ്പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞത് അതിന്റെ നിയമപരമായ നടപടികളും കാര്യങ്ങളുമാണ്. പക്ഷേ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനോട് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ആരും തോൽക്കാത്ത ഒരു ഫൈനൽ മത്സരം, അല്ലെങ്കിൽ എല്ലാവരും ജയിച്ച ഒരു ഫൈനൽ മത്സരം പോലെ ആയില്ലേ ഇത്? ഇപ്പോൾ ആരോപണം ഉന്നയിച്ച അൻവറിന് പഴയ ശൗര്യമില്ല. ആരോപണ വിധേയനായ ADGP സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഇനി ഇതിനൊക്കെ കാരണക്കാരനായ സുജിത് ദാസിന്
വെറും ഒരു സ്ഥലം മാറ്റം മാത്രം, അദ്ദേഹത്തിനെതിരെ നടപടിയില്ല. ഇനി സ്വാഭാവികമായും സുജിത് ദാസിനെ തൊട്ടാൽ അത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഏറ്റവും വലിയ ഗുരുതര ആരോപണം നേരിട്ട് ADGP മാറ്റിയാൽ സുജിത് ദാസിനെതിരെ നടപടി വേണം. അവർക്കെതിരെ നടപടി ഉണ്ടായാൽ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകണം. ഇവർക്ക് 3 പേർക്കുമെതിരെ നടപടി ഉണ്ടായി കഴിയുമ്പോഴേക്കും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആർക്കു വേണ്ടിയാണെങ്കിലും അതവിടെ സാധൂകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടി സർക്കാർ ആർക്കും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എല്ലാവരും ജയിക്കുന്ന ഒരു ഫൈനൽ മത്സരം പോലെ ഈ പ്രശ്നത്തെ അങ്ങ് തീർത്തിരിക്കുന്നു. അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? തീർക്കാൻ പറ്റില്ല ഗോപേഷൻ, ഒരിക്കൽ പോലും തീർക്കാൻ പറ്റില്ല. ഞാനത് തീർക്കാൻ ശ്രമിച്ചതല്ല എന്ന് പറയില്ല. അങ്ങനെ തീർക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കഴിഞ്ഞു. കോടതിയിലേക്ക് ആർക്കും പോകാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഫൈനലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നടപടി അതാണ്, ഫൈനലാണെങ്കിൽ രണ്ടാമത്തെ ഈ കസ്റ്റംസിന്റെ നടപടി വരില്ലല്ലോ. കസ്റ്റംസിന്റെ നടപടി ഉണ്ട് സജീവൻ സാർ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോടതിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് കോടതിയിൽ പറയുക? ഒരു GO ഇറങ്ങിയിട്ടുണ്ട്. ആ GOയിൽ ഇപ്പോൾ ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട മുഴുവൻ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ഉയർന്ന റാങ്കിലുള്ള DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അന്വേഷിപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു GO ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നടപടി തന്നെ ഒരു ഇതാണ്. അപ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ. കോടതിയിൽ ഗവൺമെന്റിന് ഒരു തരത്തിൽ വാദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ അത്? അല്ല, എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ GO ഇറക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കുന്നുണ്ടോ നോക്കുമല്ലോ. കോടതി അത് പരിശോധിക്കുമല്ലോ. ഇവിടെ അങ്ങനെ എളുപ്പത്തിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അൻവർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വയ്ക്കാം. എന്നാൽ പോലും അതിന് നിയമപരമായിട്ടൊരു നടപടിയിലേക്കും പോകാൻ പറ്റില്ല. വെറും ആരോപണം മാത്രമാണ്. ഇന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. സാധാരണ പോലീസിൽ കൊടുക്കേണ്ട പരാതിയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലും കേസെടുക്കാം. അതിവിടെ ഐസ്ക്രീം പാർലർ കേസിൽ EK നായനാർക്ക് അജിതയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കൊടുത്ത ഒരൊറ്റ പരാതിയുടെ ഒരു കടലാസ് തുണ്ടിൻ്റെ പേരിലാണല്ലോ ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ഒരു നടപടിക്രമത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇതല്ലാതെ ഇപ്പോൾ ഇത് ആളെ കൊന്നു എന്നുള്ള പേരിലോ, തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള പേരിലോ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള പേരിലോ ഇവർക്കാർക്കെങ്കിലും ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ? 2 IPS ഓഫീസർമാരാണ്. ഇങ്ങനെ വല്ല നടപടി എടുത്താൽ ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വെറുതെ വിടുമോ? അങ്ങനെ ഒരു കാരണമില്ലാതെ അവർക്ക് നടപടി കോടതിയിൽ പോകുമ്പോൾ പറയണല്ലോ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. ഇപ്പോൾ സ്ഥലം മാറ്റം അത് നടപടിയല്ലാതൊക്കെ ആര് പറഞ്ഞാലും, അസ്കർ പറഞ്ഞാലും നമുക്കറിയാം ആ നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ സ്ഥലം മാറ്റം കൊടുക്കുകയും കസേരയില്ലാത്ത രീതിയിൽ ഇരുത്തുകയും ചെയ്യുന്നത് തീർച്ചയായും നടപടിയാണ്. സസ്പെൻഷനെ കുറിച്ചും ഇതേപോലെ ഉണ്ട്. അത് ശിക്ഷയല്ല എന്ന് പറയുന്ന പോലെയാണല്ലോ. അതല്ല ഇവിടെ സർക്കാരിന് കൃത്യമായിട്ടും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അതിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവണം. അതിൻ്റെ ഭാഗമാണ് ഈ അന്വേഷണം. ആ അന്വേഷണം പിന്നെ അട്ടിമറിക്കപ്പെട്ടു, അതൊന്നും എനിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അട്ടിമറിക്കപ്പെട്ടേക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ പോകുന്നത് നിയമപരമായ രീതി തന്നെയാണ്. ഇതിനല്ലാതെ വികാരം കൊണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണ്ട് ബാബുവിന് ഒരു നിയമം, ബാബുവിനൊരു രീതിയും എനിക്ക് വേറൊരു രീതിയിൽ നിന്ന് പണ്ട് KM മാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 നിയമമാണോ ഇവിടെ, 2 രീതിയാണോ വേണ്ടെന്ന് ചോദിച്ചിരുന്നല്ലോ. അതേപോലെ ആയിപ്പോകും. ഒരാൾ രാജിവെക്കണമെന്ന് പറയാം, മറ്റാൾ രാജിവെക്കേണ്ടെന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ വിചാരിക്കുന്നില്ല അത് ഗോപീഷ്ണൻ പറഞ്ഞ പോലെ ഫൈനൽ ആണ് എന്ന്. ഫൈനൽ വിസിൽ ഊതാൻ ഇപ്പോൾ സർക്കാരിനും കഴിയില്ല. അത് അവിടെ പിടിച്ച നിൽക്കില്ല. ഇപ്പോൾ കസ്റ്റംസ് ഇടപെട്ട് കഴിഞ്ഞല്ലോ. കസ്റ്റംസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ സാമ്പത്തിക കുറ്റം വരുന്ന ഒന്നാണ്. സാമ്പത്തിക കുറ്റം വരുന്ന ഒരു സംഭവത്തിൽ കേസ് ചാർജ് ചെയ്യാൻ EDക്ക് സാധ്യതയുണ്ട്. ഇത് വലിയൊരു അന്താരാഷ്ട്ര കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് CBIക്ക് ഇതിന് പിന്നാലെ വരാൻ പറ്റും. ഇങ്ങനെ പല കേന്ദ്ര ഏജൻസികൾ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പോലെ, സോളാർ കേസുമായി ബന്ധപ്പെട്ട പോലെ പല ഏജൻസികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും സോളാർ കേസ് പോലും ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ളത്. ഈ അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അതിൽ അവിടെ രണ്ട് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അജിത് കുമാർ പിന്നെ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ അടുത്ത് ചെന്നു. അവരും പറഞ്ഞു ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഓരോന്നും റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ ശരിക്കും തുറന്നു വിട്ടുകൊണ്ടാണ് നമ്മൾ അൻവറിനെ അങ്ങനെ അയാൾ പേടിച്ചോടിയെന്നുള്ള. അൻവറിനെ കുറിച്ച് നമുക്കറിയാവുന്ന, എനിക്ക് കുറച്ച് നന്നായിട്ടറിയാം. അദ്ദേഹം അങ്ങനെ പേടിച്ചോടുന്ന ആളല്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു ദൗത്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ആണിയും മാത്രമല്ല ഇനി നമുക്ക് അതിൽ ചർച്ച ചെയ്യാനുള്ളത് ഇതിന്റെ പ്രഭവ കേന്ദ്രം PV അൻവർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ റീസൺസ്, അതിന്റെ കാരണക്കാർ ആരൊക്കെയാണ്?
പേഴ്സൺസ് ബിഹൈൻഡ്, അവരുടെ മോട്ടീവ് എന്താണ്, അതിലെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ കൂടി നമുക്ക് പരിശോധിക്കണം. ശ്രീ എസ് സജീവൻ, ശ്രീ വി ആർ അനൂപ്, ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അൻവറിന് ഈ വിഷയത്തിൽ എന്ന് താങ്കൾ പറഞ്ഞു. അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും അൻവറിന് തെളിവുകൾ നൽകി രംഗത്ത് വരേണ്ടി വരും എന്ന് പറഞ്ഞു. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ അൻവർ ഈ വിധം നിശബ്ദമാകണമെങ്കിൽ അതിനെന്ത് കാരണമായിരിക്കും ഉണ്ടാവുക എന്ന് താങ്കൾക്കൊരു ഒരു ധാരണയുണ്ടോ ശ്രീ വി ആർ അനൂപ്? മാത്രമല്ല, ശ്രീ എച്ച് സജീവൻ ഇവിടെ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഇത് ഒരു ആദ്യഘട്ടം മാത്രമാണ്, രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതായത് അവർ പോലും കരുതാത്ത മാനങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണങ്ങളും തുടർ നടപടികളും ഒക്കെ പോകാൻ പോകുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മട്ടിൽ. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അതിനു മുമ്പ് ഈ ചർച്ചയോട് പ്രതികരിച്ചൊരു കാര്യം പറയട്ടെ. അജിത് കുമാർ ഈ ചർച്ച കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസ് ഒരു സംശയവുമില്ലാതെ ഹസ്കർ വക്കീലിനെ ഏൽപ്പിച്ചേനെ. എത്ര നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാതെയാണ് അദ്ദേഹം ഈ അജിത് കുമാറിനെ പോലെ ഒരാളെ ന്യായീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അജിത് കുമാർ എബ്രഹാം ലിങ്കൻ ആണെന്നാണ്, വളരെ സാധാരണ നിലയിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്നൊരു മനുഷ്യനാണെന്നാണ്. ഈ സുജിത് ദാസ് ഇത് കേട്ടിരുന്നെങ്കിൽ ഈ ഹസ്കർ വക്കീലിനോടുള്ള കടപ്പാട് DGP ആവുന്നത് വരെ അൻവറിനോട് കടപ്പാടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ കടപ്പാട് പുലർത്തിയേനെ. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും വളരെ സാങ്കേതികത്വം വെച്ച്, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ഞാനൊരു അഭിഭാഷകനാണ്, നിയമവും സാങ്കേതികത്വവും വെച്ച് ഇങ്ങനെ ഊഞ്ഞാലാടരുതാണ് എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇതിന് തെളിവില്ല, നാളെ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് ശബ്ദം എന്ന് ഉറപ്പുണ്ടോ, ഈ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ശിക്ഷാ നടപടിയല്ല, നിയമവും ചട്ടവും പറഞ്ഞൊക്കെ ഇങ്ങനെ ഒരാളെ രക്ഷിക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം സ്വയം പരിഹാസ്യനാവരുത് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം അൻവറിനെ കുറിച്ച് പറയുന്നത് എന്താ? അൻവർ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ബോധ്യമല്ല, കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല. അൻവർ ഇപ്പോഴും CPM പാർട്ടി മെമ്പർ അല്ല. പക്ഷേ P ശശി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയാണോ ഹസ്കർ വക്കീലെ? പിണറായി വിജയൻ ഇപ്പോഴും ഇവരെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നൈതികതയാണോ? നിങ്ങൾ വെറുതെ സാങ്കേതികമായ സംഘടനാ തത്വം പറഞ്ഞ് ഇതുപോലെ വൃത്തികെട്ടവരെ സംരക്ഷിക്കുന്ന ഈ അധോലോക ശൃംഖലയുടെ ഒരു വശത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ അഡീഷണൽ DGPയെ സംരക്ഷിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമല്ല, അദ്ദേഹത്തിനും ഭയക്കാനുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് ഒരു ഫോൺ സംഭാഷണത്തിൽ മറ്റ് SP മാരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം ഈ പാലക്കാട്ട് SP എന്ന് പറയുന്നത് അടിമക്കണ്ണാണ്. ആരുടെ അടിമക്കണ്ണ്? അഡീഷണൽ DGP അജിത് കുമാറിന്റെ അടിമക്കണ്ണാണ്. ഇന്ന് കേരളം കാണുന്നത് ADGPയുടെ അടിമക്കണ്ണാണ് പിണറായി വിജയൻ എന്ന നിലയിലാണ്. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയില്ല, ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നില്ല, മുഖ്യമന്ത്രി ആരുടെ കൂടെയാണ് എന്ന് വ്യക്തമായ മെസ്സേജ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു കഴിഞ്ഞു. അൻവറിനെ സംബന്ധിച്ച് CPM എന്ന പാർട്ടിയിൽ തുടരണമെങ്കിൽ പിണറായി വിജയനെ അനുസരിച്ചേ മതിയാവൂ. പിണറായി വിജയന്റെ ഇംഗിതം എന്താണ് എന്ന് ഇന്നത്തെ ചർച്ചയോടുകൂടി അൻവറിന് മനസ്സിലായി. അൻവർ ആദ്യഘട്ടത്തിൽ കയ്യടിക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം പറയുന്നത് അൻവറിന്റെ മുൻകാല നിലപാടുകളോടൊക്കെ വിയോജിച്ചുകൊണ്ട് അൻവർ ചെയ്യുന്നതിൽ പ്രതീക്ഷ അർപ്പിച്ച ചില ആളുകളുണ്ട്. നമ്മൾ പോലും അൻവർ ചെയ്തതിനെ പോസിറ്റീവായി ചില ഒരു പരിധിവരെ കണ്ട ആളുകളാണ്. പക്ഷെ അൻവർ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം തുറന്നു കാട്ടുന്നു. അദ്ദേഹം പറയുന്നു ഇത്രയും വിവരങ്ങൾ എൻ്റെ കയ്യിൽ, ഞാൻ പറയുന്നു ഇനിയും വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കീഴടങ്ങുന്നു. ഇവിടെ അൻവർ മുന്നോട്ട് വെക്കുന്നതിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയിരിക്കുന്നു. സജീവൻ സാർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. അൻവർ പിന്നോട്ട് പോയാലും പിന്നോട്ട് പോയില്ലെങ്കിലും ഈ കേസിൽ അടിസ്ഥാനപരമായ ചില വസ്തുക്കൾ നിലനിൽക്കും. പല ആളുകളും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസ് കേസുമായി മുന്നോട്ട് വരുന്നുണ്ട്. അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അൻവർ പോലെ അവസാന ഘട്ടത്തിൽ ഒരു പരിശ്രമം നടത്തി നോക്കി. അൻവർ ഇവിടെ ചില KC വേണുഗോപാലിനെയൊക്കെ പരാമർശിക്കാൻ ചില പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ KC വേണുഗോപാൽ അതിനെ എത്ര കൂളായിട്ടാണ് നേരിട്ടത്? KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? എന്നെക്കുറിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്വേഷണം നടത്തി. ആഭ്യന്തര വകുപ്പ്, അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി, CBI ക്ലീൻ ചിറ്റ് കൊടുത്തു. അമിത്ഷായെ മൈൻഡ് ചെയ്യാത്ത ഒരാൾക്ക് എന്ത് അൻവറാണുള്ളത്? ഇദ്ദേഹം ഈ പറയുന്ന അൻവറിന്റെ അന്വേഷണത്തിന്റെ ഔദാര്യം, പിണറായി വിജയന്റെ അന്വേഷണത്തിന്റെ ഔദാര്യം ആവശ്യമില്ല, ഇനി വേണമെങ്കിൽ ഇനിയും അന്വേഷിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പിണറായി വിജയൻ ഈ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഹസ്കർ പറയുന്നത് എന്താ? ഒരു പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചു എന്നാ. കയ്യടി കിട്ടാൻ പ്രസംഗിക്കാൻ ആർക്കാ കഴിയാത്തത്?
ഇതിനു മുമ്പ് പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ദ്രനും ചന്ദ്രനും എന്നെ തടുക്കാൻ കഴിയില്ല എന്ന് RSSന്റെ കാര്യത്തിൽ. എന്നിട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ RSSന് അധികാരത്തിന്റെ അകത്തലങ്ങൾ തുറന്നു കൊടുത്ത് കണ്ടു. വെറും പ്രസംഗം മാത്രമാണ് പിണറായി വിജയൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ഇതിനൊക്കെ നേരിടുമെന്ന് പറയുന്നു. പക്ഷേ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം നടത്തുന്നു. അവിടെ ഒരു വശത്ത് കയ്യടി നേടുന്നു, മറുവശത്ത് ഇവരുടെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ സംരക്ഷിക്കുന്നു, അഡീഷണൽ DGPയെ സംരക്ഷിക്കുന്നു. വളരെ കൃത്യമാണ്. പക്ഷേ പിണറായി വിജയൻ വിചാരിച്ചാലും അൻവർ വിചാരിച്ചാലും ഇതിനകത്തൊരു ഒത്തുതീർപ്പ് സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. പ്രതിപക്ഷമുണ്ട്, പൊതുസമൂഹമുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വളരെ ഗുരുതരാണ്. അദ്ദേഹം പറയുന്നത് അജിത് കുമാർ വളരെ പരിശുദ്ധനായ ഉദ്യോഗസ്ഥനാണെന്നാണ്. ഹസ്കർ ഒരു ഇടതുപക്ഷ അനുഭാവിയല്ലേ? VS സുനിൽകുമാറിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? VS സുനിൽകുമാറിനെ പോലെ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നത് അദ്ദേഹം ഇന്ന് ഉന്നയിച്ചു. പോലീസ് വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന്. ഹസ്കർ വക്കീലിന് എന്താണ് പറയാനുള്ളത്? വളരെ കൃത്യമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് വിവസ്ത്രമായിരിക്കുന്നു. അത് എന്തെങ്കിലും താൽക്കാലികമായ ഒരു പരിഹാര ക്രിയകൾ കൊണ്ട് പരിഹരിക്കാവുന്നത്ര ലളിതമല്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അൻവർ കീഴടങ്ങിയാലും പിണറായി വിജയനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇതിൻ്റെ ഒരറ്റത്ത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ഇവരെ സംരക്ഷിക്കുന്നിടത്തോളം കാലം പിണറായി വിജയനും എന്തെങ്കിലും ഭയക്കാനുണ്ടോ എന്ന നിലയിലേക്ക് ആളുകൾ സംശയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ P ശശിക്കെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? ഈ P ശശിയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളിലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിനൊരു രണ്ടാം ഘട്ടമുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ ഈ അന്വേഷണം ഇനിയിപ്പോൾ ഒരു പ്രഹസനമായി അവസാനിച്ചാൽ പോലും അവിടെയൊന്നും ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ നിൽക്കാൻ പോകുന്നില്ല എന്നാണ്. ഗോപികൃഷ്ണൻ, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ കോൺഗ്രസ്സുകാരുടെ ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയത്തിലെ അവരുടെ സഹതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവരുടെ ബുദ്ധി പടവലങ്ങ ബുദ്ധിയാണ്. ഇവരിപ്പോ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം ചുമരിലേറ്റിക്കൊണ്ട് പറയുകയാണ് ഇവരെവിടെയായിരുന്നു ഇത്രയും കാലം. ഇത്തരം ആരോപണം കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ADGP പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നും നാളിതുവരെ നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ പറയാതെ ഇവരെവിടെയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ PV അൻവർ ഏതോ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും ചുമലിലേറ്റി നടക്കുകയാണ്. മാത്രമല്ല, ഞാനിവിടെ PV അൻവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സോളാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന്. ഞാനിത് പരാമർശിക്കാൻ ഉദ്ദേശിച്ചതേയില്ല. കാരണം അതൊരു വിഴുപ്പലക്കലാണ്. അദ്ദേഹം തന്നെ അനൂപ് തന്നെ ആ വിഷയം KC വേണുഗോപാൽ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് ചേരിയിലാണെന്ന് എനിക്ക് അനൂപ് ഏത് ചേരിയിലാണെന്ന് അറിഞ്ഞില്ല, KC ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിന് വേണ്ടി എന്തിനാ സുഹൃത്തെ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്? അൻവർ അത് ഉന്നയിച്ചു, അൻവർ പോലും അത് പിന്നീട് ഉന്നയിച്ചില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത് വീണ്ടും, നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോൾ. പിന്നെ സഹ P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തീരുമാനിച്ചത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടിയാലോചിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ആ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ ഗവൺമെന്റും പാർട്ടിയുമായിട്ടുള്ള ബ്രിഡ്ജിങ് ഓപ്പറേഷൻസ് ആണ് എപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്തി വരുന്നത്. അപ്പോ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും നിഷ്പ്രയാസം മാറ്റാൻ കഴിയും. അദ്ദേഹത്തിൽ വിശ്വാസമുള്ളിടത്തോളം കാലം, ആ വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ വിശ്വാസ്യത തുടരുന്നിടത്തോളം കാലം പാർട്ടി അദ്ദേഹത്തെ ഒരു തരത്തിലും മാറ്റാനും പോകുന്നില്ല. ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ വസ്തുതകൾ വരട്ടെ. ആ വസ്തുതകൾ വരുമ്പോ ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകും. P ശശിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള മറുപടി അത്രമാത്രം. ശരി സജീവൻ സാർ, ഒരു 2 മിനിറ്റിൽ ഒരു മറുപടി. അതായത് ഇതിന്റെ ഈ വിവാദങ്ങളുടെ ഒരു രാഷ്ട്രീയ മാനം എന്താണ്? വിവാദങ്ങളുടെ രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിപ്പോൾ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ ആയുധമായിട്ട് പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഈ LDFിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സുനിൽകുമാറിൻ്റെയും മറ്റും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യം സംശയമില്ല. അൻവർ ഒരു MLA ആണ്, LDFിൻ്റെ
സഹയാത്രികനാണ്, CPM-ൻ്റെ സഹയാത്രികനാണ്. സ്വാഭാവികമായിട്ടും അത് ആ പാർട്ടി CPM-നകത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം ഒരു പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ് കൂടിയായിട്ടുള്ള ശശി ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ അദ്ദേഹം ഒരു കാലത്ത് വളരെ ശക്തനായിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉള്ളതാണ്. ഇത് രാഷ്ട്രീയമായിട്ട് വളരെയധികം കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഇതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളും ഇതിൽ പറയുന്ന ആരോപണങ്ങളുടെ വെറാസിറ്റി അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുമാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ വി ആർ അനൂപ്, ഒരു മിനിറ്റിലൊരു മറുപടി. അല്ല, KC വേണുഗോപാലിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാം. KC വേണുഗോപാലിന് ഇതിനെ അഭിമുഖീകരിക്കാൻ ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഒരു സംശയവും വേണ്ട, KC വേണുഗോപാൽ ഞങ്ങളുടെ നേതാവാണ്. പിണറായി വിജയനെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയല്ല. അമിത്ഷായുടെ ഔദാര്യം KC വേണുഗോപാലിന് ആവശ്യമില്ലെങ്കിൽ ഇവിടെ അൻവറിന്റെ ഔദാര്യം ആവശ്യമില്ല, പിണറായി വിജയന്റെ ഔദാര്യം ആവശ്യമില്ല. CBI ക്ലീൻ ചിറ്റ് കൊടുത്തൊരു കേസിൽ പിണറായി വിജയൻ 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ടും KC വേണുഗോപാലിന്റെ ഒരു രോമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളെ ഞങ്ങൾക്ക് വിലവെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വളരെ ഞങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാൻ ഒരു ഭയവുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഒരു മിനിറ്റിന്റെ പോലും ആയുസ് ആ വാർത്തയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഹസ്കർ പോലും പറയാൻ കാരണം എന്താ? അത് വിലപ്പോയില്ല. അൻവർ 2ാം ഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണം അൻവറിന് പോലും വിഴുങ്ങേണ്ടി വന്നു. എന്നിട്ട് പോലും അതിനെ അഭിമുഖീകരിക്കാൻ പത്രക്കാരോട് മറുപടി പറയാൻ KC വേണുഗോപാൽ തയ്യാറായത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത് വളരെ വ്യക്തമാണ്. എനിക്ക് അങ്ങനെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അത് ആവർത്തിച്ചു പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല എന്നാണ് പറഞ്ഞത്. ശരി, ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ നടക്കാൻ പോകുന്ന അന്വേഷണം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നത് അവ്യക്തമായി തുടരുന്നു. പക്ഷേ ഇതിൽ ഇനിയും ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ എന്തൊക്കെയായിരിക്കും, അതിലെ പൊട്ടിത്തെറികൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.